വയനാട്ടിൽ കന്നി അംഗം ഗംഭീരമാക്കി UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി. അതായത് ചുരം കയറിയത് വെറുതെ ആയില്ല. വോട്ടെണ്ണൽ ആദ്യ മണിക്കൂർ പിന്നിട്ടപ്പോൾ 1.5 ലക്ഷത്തിലേറെയായിരുന്നു പ്രിയങ്കയുടെ ലീഡ്. ഇപ്പോൾ അത് 3 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി കണ്ട ഏറ്റവും വലിയ ഒരു ചരിത്ര നേട്ടമായിട്ട് ഇത് മാറും. കാരണം വയനാട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അതിയായിട്ടുള്ള ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ തുടരുമ്പോൾ പ്രകടമാകുന്നത്. അതായത് 4 ലക്ഷം എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് 5 ലക്ഷം കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 3 ലക്ഷം കടക്കാറായി നിൽക്കുമ്പോൾ ഇനിയും വോട്ടെണ്ണൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി 5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ലീഡ് നില സൂചിപ്പിക്കുന്നത്. തുടക്കം മുതൽ ലീഡ് നേടിയ പ്രിയങ്ക ഗാന്ധി ഒരു ഘട്ടത്തിലും പിന്നിലായില്ല. ആദ്യം തന്നെ മുന്നോട്ട് തന്നെയായിരുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ആശങ്കയോ ഒന്നും ഇല്ലാതെ കുത്തനെ ഉയർന്നു തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആ ഒരു ലീഡ് നിലനിൽക്കുന്നത്. ആദ്യ റൗണ്ടിൽ സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിനൊപ്പം എത്താനായില്ലെങ്കിലും പ്രിയങ്ക ലീഡ് എടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജയിച്ചുവെങ്കിലും റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിഞ്ഞതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അവിടേക്കാണ് പ്രിയങ്ക ഗാന്ധി തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. കന്നി വോട്ട്, കന്നി അംഗം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധി അവിടേക്ക് വരുമ്പോൾ ഉള്ള കാര്യമെന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് തൻ്റെ കുടുംബം ഇതിനു മുമ്പ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധി സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മേഖലകളിൽ സ്വന്തമായിട്ടൊരു രീതിക്കോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് UDFനുണ്ടായിരുന്നത്. ആ പ്രതീക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില ഉയരുന്നത്. അതായത് ചുരം കയറിയത് വെറുതെ ആയില്ല. അവിടുത്തെ ജനങ്ങൾ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേപോലെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ആദ്യം മുതൽ തന്നെ ലീഡ് നില ഉയർന്നു തന്നെയാണ് നിന്നത്. മണ്ഡലം ഒഴിയുമ്പോൾ തന്നെ പ്രിയങ്കയാകും സ്ഥാനാർത്ഥി എന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെ വലിയ രീതിയിലുള്ള പടലപ്പണികളൊക്കെ അവിടെ ചെയ്തിരുന്നു. അതായത് പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തുന്നു, വലിയ രീതിയിലുള്ള ഈ കൊട്ടിക്കലാശം നടത്തുന്നു. എല്ലാം കൊണ്ടും ഒരു വലിയ പിന്തുണ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചിരുന്നു. അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു പ്രചാരണ വേളയിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. വയനാട്ടിൽ ഇത്രയധികം ജനങ്ങളുണ്ടായിരുന്നത് അന്നാണ് മനസ്സിലാക്കിയത്. ഇത്രയധികം ജനങ്ങളുണ്ടായിരുന്നു, ഇത്രയും പേര് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത്. കാരണം ഈ രാഹുൽ ഗാന്ധി എത്തിയതിനേക്കാൾ, അതായത് രാഹുൽ ഗാന്ധി അവിടെ മത്സര സ്ഥാനാർത്ഥിയായിട്ട് നിന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷവും കൂടുതൽ പിന്തുണയുമായിരുന്നു പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്ന് കാണാൻ സാധിച്ചത്. കാരണം ആ പ്രചാരണ വേദിയിൽ അവിടുത്തെ റോഡുകളിൽ പോലും തിങ്ങിത്തിരിയുന്ന രീതിയിലേക്കുള്ളൊരു പ്രചാരണമായിരുന്നു. അവിടെ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വരുന്നു, പ്രിയങ്ക ഗാന്ധി അവിടെ പ്രചാരണം നടത്തുന്നു. അതുപോലെ തന്നെ ചൂരന്മല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ പോയി അവിടുത്തെ ജനങ്ങളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. CPIയിലെ സത്യൻ മേഘോരിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ LDFിൽ നിന്ന് മത്സരിച്ചത്. എന്നാൽ സത്യൻ മേഘോരിയുടെ ലീഡ് നില താഴ്ന്നു തന്നെ നിൽക്കുകയാണ്. BJP യുവ നേതാവ് നവ്യ ഹരിദാസിന്റെയും ഒരു ലീഡ് നില താഴ്ന്നു തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി വരുവാണെങ്കിൽ പാലക്കാട് 5ാം റൗണ്ടിൽ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ലീഡ് ചെയ്തിരുന്നു. ആദ്യം 1025 വോട്ടുകൾക്കാണ് കൃഷ്ണകുമാറിന്റെ ലീഡ് എങ്കിൽ അവിടെയും കോൺഗ്രസിന് ഇപ്പോൾ സന്തോഷമുണർത്തുന്ന വാർത്തയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. അതായത് രാഹുലിന്റെ ലീഡ് നില ഉയരുന്നു. വലിയ വിജയ പ്രതീക്ഷ പാലക്കാടും UDFന് ഉണ്ടാകുന്നു. 3ാം റൗണ്ടിൽ BJPക്ക് കോട്ടകളിലടക്കം വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നേടിയ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി LDFന് സ്വതന്ത്രൻ സരിൻ ഒരിക്കൽ പോലും ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമായി കാര്യമാണ്. കാരണം പല പ്രതീക്ഷകളിലും പല രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സരിൻ അവിടെ താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതേസമയം ചേലക്കര വാശിയേറിയ മത്സരമാണ്. UDF പ്രതീക്ഷിച്ചതുപോലെയല്ല ചേലക്കരയിലെ അവസ്ഥ. LDF വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ചേലക്കരയിൽ നടത്തുകയാണ്. അവിടെയാണെങ്കിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ LDF തന്നെയാണ്. വോട്ടെണ്ണൽ പകുതി പിന്നിട്ടപ്പോൾ വിജയം നേതാക്കൾ ഉറപ്പിച്ച് മുന്നിലെത്തി. ചെങ്കോട്ടയാണ് ഈ ചേലക്കര എന്നാണ് മുൻ
എയും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതായത് LDF ഉജ്ജ്വല വിജയം തുടക്കം മുതൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. നമുക്കറിയാം, ലോക്സഭാ മത്സരത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചേലക്കരയിൽ മാത്രമായിരുന്നു, ആലത്തൂർ മാത്രമായിരുന്നു. LDF ഒരു വിജയ പ്രതീക്ഷയും അവിടെ ആയിരുന്നു. ഇനി ആ രീതിയിൽ തന്നെയാണ് വോട്ടെടുപ്പ് മുന്നോട്ട് പോകുന്നത്. അവസാനം വരെ അത് ആ രീതിയിൽ തന്നെ മുന്നേറുന്നത്. ഇനി 3ഓളം പഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ അറിയാം ആരായിരിക്കും അവിടെ ഒരു പ്രതീകാത്മകമായിട്ട് മാറുന്നത് എന്നത്. ഇനി അതുകൂടാതെ ഈ വ്യക്തമായിട്ടുള്ള ലീഡ് നില മുന്നോട്ട് പോകുന്നത് എന്നും പറയുന്നുണ്ട്. വലിയ കുപ്രചാരണങ്ങൾ നേരിട്ടുകൊണ്ടുള്ള ഈ വിജയത്തിന് തിളക്കം ഏറെയാണ്. മണ്ഡലത്തിൽ വികസന മുരടിപ്പാണെന്ന എല്ലാ കഥകൾ പറഞ്ഞ് പരത്തി, എന്നാൽ ജനങ്ങൾ അതെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇനി വരുവാണെങ്കിൽ അടുത്തത് നോക്കേണ്ടത് ഈ ഒരു ചേലക്കര വയനാട് തന്നെയാണ്. വയനാട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറ്റുനോക്കുന്നത് രമ്യ ഹരിദാസിൻ്റെ സ്ഥലത്തേക്കാണ്. അതായത് രമ്യ ഹരിദാസും അവിടെ നിൽക്കുന്ന ലീഡ് നില കുറയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് BJPക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. അവിടെ UDF മറ്റൊരിടത്ത് LDF മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.